പ്രശസ്തയായ തെന്നിന്ത്യൻ ചലച്ചിത്ര അഭിനേത്രിയാണ് ശാന്തി കൃഷ്ണ. 1994 റിലീസായ ചകോരം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും രണ്ടാമത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരം 1992 റിലീസായ സവിതം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശാന്തി കൃഷ്ണയ്ക്ക് ലഭിച്ചു. ആർ കൃഷ്ണകുമാറിൻ്റെയും ശാരദയുടെയും മകളായി 1963 ജനുവരി 2 പാലക്കാട്ട് ജനനം. പഠിച്ചതും വളർന്നതുമെല്ലാം മഹാരാഷ്ട്രയിലെ മുംബൈയിലായിരുന്നു. ചെറുപ്പം മുതലേ നൃത്തം അഭ്യസിച്ചു. 1976 റിലീസായ ഹോമകുണ്ഡം എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി. 1981 ഭരതൻ സംവിധാനം ചെയ്ത നിദ്ര എന്ന ചിത്രത്തിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തു. ആയിരത്തി 1994 റിലീസായ ചകോരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ഈണം, വിസ, മംഗളം നേരുന്നു, ഇത് ഞങ്ങളുടെ കഥ, കിലുകിലുക്കം, സാഗരം ശാന്തം, ഹിമവാഹിനി, ചില്ല്, നയം വ്യക്തമാക്കുന്നു, കൗരവർ, പിൻഗാമി എന്നിവയാണ് ശാന്തി കൃഷ്ണയുടെ പ്രധാന ചിത്രങ്ങൾ. ആയിരത്തി 1998 അഭിനയ ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശാന്തി കൃഷ്ണ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2017 ഞണ്ടുകളുടെ നാട്ടിൽ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ വീണ്ടും സജീവ സാന്നിധ്യമായി. ചലച്ചിത്ര അഭിനയ രംഗത്ത് സജീവമായതോടെ നടൻ ശ്രീനാഥുമായി 1984 പ്രണയവിവാഹം ചെയ്തെങ്കിലും 1995 ഇരുവരും വേർപിരിഞ്ഞു. രാജീവ് ഗാന്ധി ഗ്രൂപ്പ് ഡയറക്ടർ സദാശിവ ബജോറിനെ 1998 പുനർവിവാഹം ചെയ്തെങ്കിലും 2016 വിവാഹമോചിതരായി. മിഥുൽ, മിതാലി എന്നിവരാണ് മക്കൾ. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയെങ്കിലും 2017 മുതൽ ചലച്ചിത്ര രംഗത്ത് വീണ്ടും സജീവമായതോടെ കൊച്ചിയിലാണ് ഇപ്പോഴത്തെ താമസം.